മൈലാഞ്ചി മുഞ്ചുള്ള മിസിരി പെണ്ണ്. രചന ഫസ്ന ഫസൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പ്രേക്ഷകരുടെ ഹൃദയം കവരാൻ ദീപേഷ് കിടഞ്ഞ് എഴുതിയ ഹൃദയം കവർന്ന മാലാക എന്ന സ്പെഷ്യൽ സ്റ്റോറി നാളെ വൈകുന്നേരം 6 മണിക്ക് PNRൽ സംപ്രേഷണം ചെയ്യുന്നു. മറക്കാതെ കാണുക. കിടക്ക്. കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് ഞാൻ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നപ്പോൾ അവൾ അവിടെയുണ്ട്. അവളെ മൈൻഡ് ചെയ്യാതെ ടവലെടുത്ത് ഫ്രഷ് ആവാനായി പോയി. ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോൾ കാർ വന്നു എന്ന് മനസ്സിലായി. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അന്വേഷിച്ചു പോയില്ല. ഏതായാലും കിടക്കാൻ ഇങ്ങോട്ട് വരുമല്ലോ. ഞാൻ വേഗം തലമുടിയൊക്കെ നന്നായി ചീവി ഒതുക്കി കെട്ടി കണ്ണിൽ സുറുമെഴുതി കുറച്ച് പുട്ടിയൊക്കെ ഇട്ടു. സാറിന് ഇഷ്ടം സാരിയാണ്. ഞാൻ വേഗം ഒരു ഗ്രേ കളർ ഷിഫോൺ സാരി ഉടുത്തു. സിയയുടെ കാര്യം വഴിമുട്ടി നിൽക്കുകയാണ്. എങ്കിലും അതെൻ്റെ സാറിൻ്റെ മുന്നിൽ കാണിക്കാൻ പാടില്ല. സാറിൻ്റെ എല്ലാ പിണക്കങ്ങളും മാറ്റി ഇന്നെനിക്ക് എല്ലാ അർത്ഥത്തിലും എൻ്റെ സാറിൻ്റെ സ്വന്തമാവണം. സാറ് കുളി കഴിഞ്ഞിറങ്ങി. കൊച്ചു കള്ളൻ ടവല് മാത്രം എടുത്ത് വന്നിരിക്കുക എന്നെ വഴിതെറ്റിക്കാൻ. ഇതെന്തൊരു പിണക്ക, മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. എന്തിയേ, ഇന്നാർക്കും കൂട്ടെടുക്കാൻ പോകുന്നില്ലേ? എന്നാ ഒന്ന് വേഗം ഒഴിവായി തരാമോ? എനിക്കൊന്ന് കിടക്കണം. ഷെൽഫിലെന്തോ തപ്പിക്കൊണ്ടിരുന്ന സാറിൻ്റെ പുറകിലൂടെ ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു. ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴാണ് അവളെ ഞാൻ ശ്രദ്ധിച്ചത്. സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടുണ്ട്. അവൾ എന്നെ തന്നെ നോക്കിയിരിപ്പുണ്ട്. വൃത്തികെട്ടവൾ. മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ ഇരിക്കുന്ന കണ്ടില്ലേ എൻ്റെ മുമ്പിൽ. ഞാൻ ദേഷ്യം കടിച്ചു പിടിച്ച് ഷെൽഫിൽ എനിക്കിടാനുള്ള ഡ്രസ്സ് തിരഞ്ഞപ്പോഴേക്കും പുറകിൽ നിന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരത്തിൻ്റെ ചൂട് ഞാൻ തളച്ചിട്ടിരിക്കുന്ന കോപത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവൾ എൻ്റെ ശരീരത്തിൽ നടത്തി മാറ്റി ഞാൻ ആ കട്ടിലേക്ക് തള്ളിയിട്ടു. എൻ്റെ ദേഹത്ത് തൊടരുത്, അത്രമാത്രം പറഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറി പുറത്തിറങ്ങാൻ തുടങ്ങിയതും തിരിഞ്ഞ് അവൾ നോക്കി ഒന്നുകൂടെ പറഞ്ഞു, നാളെ ഞാൻ പോവും. നിന്റെ കാര്യം നിനക്ക് തീരുമാനിക്കാം. വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്നോട് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയ സാറിൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചു. സർ, എന്താ സാറിൻ്റെ പ്രശ്നം? ഇത്രയ്ക്ക് പിണങ്ങാൻ മാത്രം എന്താണ് ഉണ്ടായത്? മിസ്രി, നിന്റെ കയ്യിൽ നിന്ന് വിട്. സർ, ഇവിടുന്ന് ഇറങ്ങിപ്പോവില്ലേ പ്ലീസ്? മിസ്രി, കൈ വിട്. എനിക്കൊന്നും പറയാല്ല നിന്നോട്. ഇല്ല, ഞാൻ വിടില്ല. നീ വിടില്ലേ? ഇല്ല, സാറിന് എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയണം. എൻ്റെ കൈ ബലമായി വിടിവിച്ച് എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അടിയിൽ ഞാൻ വേച്ചു പോയി. സാറകത്ത് കയറി എന്തോ തിരിഞ്ഞ് തിരികെ വന്ന് എൻ്റെ നേർക്ക് ഫോൺ എറിഞ്ഞു തന്നു. ഞാൻ പോകുന്നില്ല, പകരം നീ ഇറങ്ങിക്കോ എൻ്റെ റൂമിൽ നിന്ന്. സാറിൻ്റെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു. പെരുമഴയത്ത് ഒറ്റക്കായ പോലെ ഞാൻ. എല്ലാവരും കിടന്നു. ഭാഗ്യം. അതുകൊണ്ട് ഇവിടുത്തെ അംഗം ആരും കണ്ടില്ല. ഞാൻ വേഗം സിയുടെ റൂമിലേക്ക് പോയി ഡോറിൽ മുട്ടി. കുറച്ച് സമയത്തിന് ശേഷം അവൾ വാതിൽ തുറന്നു തന്നു. എന്താ മിസ്രി? ഏയ്, ഞാനിന്നിവിടെ കിടക്കാം. വേണ്ടടാ, നീ പോയിക്കോ. ആഷി എന്ത് വിചാരിക്കും നീ ഇന്നിവിടെ കിടന്ന? അവനൊരാഴ്ചയായിട്ട് പട്ടിണിയാ. നീ ചെല്ല്, ചെല്ല്. ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആഷി എന്നോട് പിണങ്ങി. ഇന്നലെ എന്നെ നോക്കിയിരുന്നു, ഞാൻ ചെന്നില്ലല്ലോ. അതാ നിന്റെ കാര്യം പറയാനും വയ്യ. നിന്നെ തല്ലിയല്ലേ? ഏയ്, എന്നോട് നുണന്ന് പറയണ്ട. കൈവിരൽ 5 മുഖത്തുണ്ട്. ഞാൻ പോയി ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വരാം, അല്ലെങ്കിൽ രാവിലെ എല്ലാവരും കാണും. അവൾ ഐസ് ക്യൂബ് എടുക്കാൻ പോയി.
എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ പോയി കിടന്നു. അവൾ ഐസ് ക്യൂബ് പതിയെ കവിളിൽ വെച്ച് തന്നു. എനിക്ക് വേണ്ടിയല്ലേ നീ? അതൊന്നും സാരില്ല. ഇഷാൻ വിളിച്ചിരുന്നോ? എന്തു പറഞ്ഞു? ദുബായിക്ക് പോവും, വൈകിട്ടത്തെ ഫ്ലൈറ്റിന്. ഇനി ഞങ്ങളുടെ കാര്യം സെറ്റാവുന്നവരെ എന്നെ വിളിക്കില്ലെന്ന് പറഞ്ഞു. വിശേഷങ്ങൾ നിന്നോട് വിളിച്ച് അന്വേഷിച്ചോളാം എന്നാ പറഞ്ഞത്. നാളെ നിന്റെ കൂടെ കൊച്ചിക്ക് പോവാൻ എന്നോട് പറഞ്ഞു. നമുക്ക് പോവാൻ ചെയ്യാം. ഇവിടെ നിന്നാ പ്രശ്നമാവും. 2 ആഴ്ച തള്ളി നീക്കണ്ടേ? ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ? ഇവിടുന്ന് വിടുവോ അതിന്? അത് ഞാൻ സംസാരിച്ചോളാം. രാവിലെ അലാറം കേട്ടുണർന്നു. റബ്ബിനോട് ദുആ ചെയ്തു സാറിന്റെ പിണക്ക് മാറ്റിത്തരാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്നപ്പോൾ സാർ ഇന്ന് പോകുന്ന കാര്യം പറഞ്ഞു. എപ്പോഴാ പോകുന്നത്? വൈകിട്ട് 4 മണിക്കാണ് ഫ്ലൈറ്റ്. ആഷി, ഞാൻ കൂടി വരുന്നുണ്ട്. കുറച്ചു ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കാലോ. ആ, അത് നല്ല കാര്യ. മിസിരിയുടെ കൂടെ നിന്ന് കുറച്ച് പാചകമൊക്കെ പഠിക്ക്. കെട്ടിച്ച് വിടാറായില്ലേ? താങ്ക്സ് ഉമ്മി. ഇപ്പൊ നിനക്ക് കൊച്ചിക്ക് പോകാൻ എന്താ ഇത്ര ഇൻട്രസ്റ്റ്? അത് മായിൻക, ഞാനിവിടെ ചുമ്മാ നിൽക്കുകയല്ലേ, പ്ലീസ്. ഞാൻ വേഗം മായിൻകയെ നോക്കി കണ്ണും കൈയും കാണിക്കാൻ തുടങ്ങി. കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. കുറച്ച് ദിവസത്തേക്ക് മതി. താങ്ക്സ് ഇക്ക. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. സാധാരണ കൊണ്ടുവിടാൻ ഷെബീക്ക വരാറുള്ളതാണ്. ഇപ്രാവശ്യം എന്തോ തിരക്കാണെന്ന് പറഞ്ഞു. ഷെബീക്കയും എന്നോട് പിണക്കം കാണിക്കുന്നുണ്ട്. എന്താണ് എല്ലാവർക്കും പറ്റിയത്? മാഹിൻക്കാണ് കൊണ്ടുവിട്ടത്. 7 മണിയോടെ കൊച്ചിയിലെത്തി. പോരുന്ന വഴി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. സിയ വാൾ വെക്കുമെന്ന് പേടിച്ചു. ഭാഗ്യം, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഫ്ലാറ്റിലെത്തി. ഒരാഴ്ച ഞാൻ ഇല്ലാത്ത അവിടേക്ക് അറിയാനുണ്ടായിരുന്നു. ഒന്ന് കുളിച്ച് ഫ്രഷായി ആദ്യം ഞാൻ കുറച്ച് മിനുക്കുമണികളൊക്കെ നടന്നു. സാറും സിയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അനക്കൊന്നുമില്ല. രണ്ടുപേരും പോയി കിടന്നു. ഞാൻ എവിടെ കിടക്കും? എന്ത് ചെയ്യും? എന്നും വരട്ടെ, ഞാൻ സാറിന്റെ റൂമിലേക്ക് എന്നു. എന്തേ? അവൾ അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. പ്ലീസ്, ഒച്ച വെച്ചാൽ അവൾ കേൾക്കും. എങ്കിൽ നീ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ. മിസിരി നിന്നോടാ പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ. സാറിനെ തല്ലിക്കൊന്നു. എന്നാലും കാര്യം എന്താണെന്നറിയാതെ ഞാൻ പോവില്ല. വേണ്ട, നീ പോവണ്ട, ഞാൻ പോയിക്കോളാം. പ്ലീസ്, എന്റെ പിറകെ വരരുത്. വന്നാൽ ഞാൻ ഫ്ലാറ്റിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. ഞാൻ അടുത്ത റൂമിൽ കയറി വാതിലടച്ചു. പഠിച്ചവന്, ഞാനിനി എന്ത് ചെയ്യും? സാറിന്റെ മനസ്സിൽ എന്താണെന്ന് എങ്ങനെയാണ് അറിയുക? ഷെബിക്കാനെ വിളിച്ചു നോക്കാം. ഹലോ ഷെബിക്ക. എന്താ മിസ്രി ഈ രാത്രിയിൽ? ഷെബീക്കയുടെ കടുപ്പത്തിലുള്ള സംസാരം കൂടിയായപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഷെബിക്ക, സാറിന് എന്നോട് ഭയങ്കര ദേഷ്യം. എന്താണെന്ന് അറിയില്ല. എന്തെങ്കിലും കാരണം ഉണ്ടാവും. വെറുതെ ഒരാൾ ദേഷ്യപ്പെടുവോ? കാര്യം അറിഞ്ഞാലല്ലേ പരിഹാരം കാണാൻ പറ്റൂ. അത് നിങ്ങളുടെ കാര്യം എന്നതിലേക്ക് വലിച്ചെടുക്കരുത്. ഞാൻ ഫോൺ വെക്കണം. ഷെബിക്ക, ഞാനൊന്ന് പറയട്ടെ. ഷെബീക്ക ഫോൺ വെച്ചു. അപ്പോൾ കാര്യം നിസ്സാരമല്ല. അതെന്തായാലും ഷെബീക്കാക്കും അറിയാം. കരഞ്ഞ് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അറിയില്ല. അലാറം കേട്ടാണ് ഉണർന്നത്. ഇന്നു മുതൽ കോളേജിൽ പോകണം. പഠിപ്പ് മുടക്കാൻ പറ്റില്ല. അവസാനം അതേ ഉണ്ടാവൂ. എഴുന്നേറ്റ് വേണ്ടതെല്ലാം ഉണ്ടാക്കി. സിയ ഉള്ളതല്ലേ, അവള് പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അവൾ തൽക്കാലം ഒന്നും അറിയിക്കണ്ട. എല്ലാം റെഡിയാക്കി ഞാൻ റെഡിയായി. സാറിന് ലഞ്ചൊക്കെ എടുത്ത് സാറിന്റെ ബാഗിൽ വെച്ചു. എനിക്കും എടുത്തു. സിയെ കുത്തിയെഴുന്നേൽപ്പിച്ച് ബ്രഷ് ചെയ്യാൻ വിട്ടു. ബ്രഷ് ചെയ്തതും അവൾ വോമിറ്റ് ചെയ്തു. അവളുടെ വലിയ വായിൽ ഓക്കാനം കേട്ടതും സാർ റൂമിലേക്ക് വന്നു. കാര്യം അവളോട് മുഖം തിരിച്ച് നടക്കുകയാണ്. എങ്കിലും അവൾ എൻ്റെ കാര്യങ്ങളൊന്നും മുടക്കിയിട്ടില്ല. എല്ലാം കണ്ടറിഞ്ഞ് തന്നെ ചെയ്തിരുന്നുണ്ട്. റെഡിയായി ഇറങ്ങിയപ്പോൾ അവളുടെ റൂമിൽ നിന്ന് വോമിറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടു. റൂം തുറന്ന് അകത്ത് കയറിയപ്പോൾ രണ്ടും കൂടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കണ്ടത്. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ആഷി, അത് സർ, അത് ഞാനൊന്ന് വോമിറ്റ് ചെയ്താണ്. ഇന്നലത്തെ ഭക്ഷണം എന്തോ വയറിന് പിടിച്ചില്ല. ഇത് വയറിന് പിടിക്കാത്തല്ല, ശരിക്കും വയറിന് പിടിച്ച ലക്ഷണമാണ്. എന്താ സർ? ബ്രേക്ക്ഫാസ്റ്റ് വല്ലതുണ്ടോ? ഷർദിലും വർദിലൊക്കെ കഴിഞ്ഞെങ്കിൽ കഴിക്കാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എടുത്ത് ടേബിളൊക്കെ വെക്ക്. കഴിച്ചിട്ട് പോവാനാണ്. സമയം ആവുന്നല്ലേ ഉള്ളൂ. എനിക്ക് നേരത്തെ പോകണം. ഞങ്ങൾ 3 ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. ഇടിയപ്പവും മുട്ടക്കറിയുമാണ് എനിക്കിഷ്ടപ്പെട്ട ഫുഡ്. എന്നാലും വലിച്ചു വാരി കഴിക്കുന്ന എങ്ങനെ? കഴിച്ചുകൊണ്ടിരിക്കേ ഈ കറിക്ക് ഭയങ്കര ഉപ്പാണല്ലോ, വായിലേക്ക് വെക്കാൻ പറ്റുന്നില്ല. എന്തിനാ ആശി വെറുതെ പറയുന്നത്? കറിക്കൊരു കുഴപ്പമില്ല. ഉപ്പ് കൂടിയിട്ടായിരിക്കും. ഇപ്പോൾ തന്നെ 3 തീർന്നല്ലോ. 2 പാത്രത്തിലിരിക്കുന്നു. ഞാനാകെ ചമ്മിപ്പോയി. നോക്കുമ്പോൾ അവൾ വിങ്ങിപ്പൊട്ടിയിരുന്ന് ചിരിക്കുന്നു. ഞാൻ വേഗം കഴിച്ച് എഴുന്നേറ്റു. മിസ്രി, നീ പോയിക്കോ, പാത്രം ഞാൻ കഴിക്കോളാം. ആശി ഇറങ്ങി. ഞാൻ ബസ്സിലാണ് പോവാറ് ചെയ്യാ. അതെന്താ അങ്ങനെ? കോളേജിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ആർക്കും അറിയില്ല. അതെന്താ? കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വന്നിട്ട് പറയാം. ഇപ്പോൾ പോട്ടെ. ആശി പോയി. ആ, എനിക്കത് ശീലാണ്. 2 പേരും ഒരു സ്ഥലത്തേക്കാണ്. എന്നിട്ടാ 2 വഴി. അത് സാരില്ല. ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കാണും, ഇടയ്ക്കെടുത്ത് കഴിക്കണം. ഡോർ ലോക്ക് ചെയ്തേക്ക്, ആരും വന്നാലും തുറക്കരുത്. അവളോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. പുറത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സാറിൻ്റെ കാർ എന്നെ മറികടന്നു പോയി. എന്നെ ഒന്നും നോക്കിയത് പോലുമില്ല. കോളേജിലെത്തി. ഫ്രണ്ട്സ് എല്ലാം ക്ലാസ്സിൽ നേരത്തെ ഹാജരായിട്ടുണ്ട്.
ആദ്യം ഗായത്രിയെ കണ്ട് സംസാരിക്കണം. ബാഗ് ക്ലാസ്സിൽ വെച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് പോയി. അവിടെ ക്ലാസ്സിൽ കണ്ടൊരു കുട്ടിയോട് ചോദിച്ചു, ഗായത്രി? ആ, ഞാൻ അവളോട് പറയാം. നോക്കി നിന്നപ്പോഴേക്കും ഗായത്രി പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ ഇത്ത? തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ്? താൻ ശ്യാമിനറിയോ? എനിക്ക് തോന്നി ഇതായിരിക്കും ചോദിക്കാനുള്ളതെന്ന്. അറിയും, ശരിക്കും അറിയും. ഞങ്ങൾ +2 ഒരു സ്കൂളിലായിരുന്നു. എൻ്റെ സീനിയറായിരുന്നു ശ്യാം ചേട്ടൻ. എന്നിട്ട് എന്താ ഇവിടെ? ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ സാറ്. നമുക്ക് ലഞ്ച് ബ്രേക്കിന് കാണാം. അതും പറഞ്ഞ് ഞാൻ പോവാൻ തിരിഞ്ഞു. മിസ്ത്രി, ഇതെൻ്റെ ക്ലാസ്സാണ്. നല്ലത് ഓതിക്കൊടുത്ത് ഇവരെ കൂടി ചീത്തയാക്കരുത്. ഞാൻ എന്താ സാർ ചെയ്തത്? ബെല്ലടിച്ചു. താൻ ക്ലാസ്സിൽ പോ. ഗോ ടു യുവർ ക്ലാസ്. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഞാൻ അവിടുന്ന് ചവിട്ടിത്തുള്ളി പോന്നു. ക്ലാസ്സിൽ ചെന്നതും, നീ എവിടെ പോയതാടി? ഞാൻ ഫസ്റ്റ് ഇയർ വരെ പോയതാ മെർലിൻ, ഒരാളെ കാണാൻ. ആരെ? ഉച്ചക്ക് കാണിച്ചു തരാം, പോരെ? എന്താടി ഇവിടെ ഒരു രഹസ്യം? ഐഷു, നിന്നെ കെട്ടിക്കുന്ന കാര്യ? ആണോ? എനിക്ക് വയ്യ. അടുത്ത കാലത്തെങ്ങാനും നടക്കുവോ? നടക്കും. ഇവള് കുറെ നടക്കും. പോടി നെഫി. ദേടി, അനസാർ വരുന്നു. ഫസ്റ്റ് അവർ പുള്ളിയാണ്. പുള്ളിയുടെ നോട്ടവും ക്ലാസ്സും ഒക്കെ ഒരുവിധം സഹിച്ചു. ഓരോ അവറും കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കായി. ശ്യാമിനോട് തൽക്കാലമൊന്നും പറഞ്ഞില്ല. വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മുങ്ങി. കോളേജിലെ തണൽമരത്തിന് കീഴെ ഗായത്രി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, കൂടെ ഒരു പയ്യനും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.